ഹലോ മൈ ഗായ്സ്, എല്ലാവർക്കും അക്ഷി ബ്ലോഗ്സിലേക്ക് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്. അധികം ഫേമസ് ആയ ആരുമല്ല, വേറെ ആരുമല്ല, ഞങ്ങളുടെ അമ്മച്ചി. കാരണം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ ഉണ്ടാവും, 90 വയസ്സിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഇൻസ്പയർഡ് ആയത്, എന്താണ്, നമുക്ക് നേരെ അമ്മച്ചിനെ ചോദിക്കുക. എല്ലാവരും വാ. വിണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൂട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ തേടി കിട്ടിയൊരു വെണ്ണില പാതിര. ആരാണ് ഇയാളെ പഠിപ്പിച്ചത്? എന്നെ പഠിപ്പിച്ചത് എൻ്റെ വലിയപ്പൻ, എൻ്റെ അമ്മയുടെ അപ്പൻ. ഓ, എത്ര ക്ലാസ്സിലാണ് അമ്മച്ചി ഇങ്ങനെ പഠിച്ചത്? കേളാ പഠിച്ചത് എനിക്കൊരു 10 വയസ്സായിപ്പോൾ മുതൽ. 10 വയസ്സ്. അപ്പൊ അപ്പോഴൊന്നും സ്കൂളിൽ പോയിട്ടില്ല അമ്മച്ചി? സ്കൂളിൽ പോയ നിങ്ങളുടെ മാതിരി കളിച്ചു നടക്കാനല്ല എനിക്ക് സമയം. സ്കൂളിൽ പോണ നേരത്ത് പോവുക, അത് കഴിഞ്ഞ് വന്ന് പണിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ വലിയ പാടങ്ങളും നെൽവയലുകളൊക്കെ ഉണ്ടായിരുന്നു? കുറച്ചൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ സ്ഥലം എവിടെയായിരുന്നു ആദ്യം? കോതമംഗലം. കോതമംഗലം നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നേരെ ചെയ്തോട്ടോ. പിന്നെ അമ്മച്ചി എന്താണ് ഇപ്പോഴും ഈ ആരോഗ്യത്തോടെ നിൽക്കുന്നത്? അമ്മച്ചിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? ആഹാരം കുറവ്. അധ്വാനം കൂടുതൽ. അപ്പൊ നമുക്ക് കൂടുതൽ എനർജി കിട്ടുമെന്നാണ് പറയണേ. പിന്നെ ദൈവാനുഗ്രഹം. ദൈവത്തെ ഞാൻ കണ്ടമാനം സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ ഞാൻ കണ്ടു. അമ്മച്ചി, ഞാൻ പാവങ്ങളെ നല്ലോണം എനിക്ക് സഹായിക്കും. പാവങ്ങളെ സഹായിച്ച് കഷ്ടപ്പാട് കാണാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് എന്ത് കഷ്ടപ്പാടായാലും. പിന്നെ അമ്മച്ചി, ഇപ്പത്തെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ അതൊക്കെ വരുന്നുണ്ട്. അമ്മച്ചിക്ക് ഇപ്പത്തെ ആൾക്കാരുണ്ട് അങ്ങനെ പണ്ടത്തെ ആൾക്കാരെ കുറിച്ച്? അവരിറച്ചിയും മീനും തിന്ന് പണിയെടുക്കാതെ വണ്ണവും വെച്ച് നടക്കുക. ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഉള്ള ആരോഗ്യം കൊണ്ട് ചെറുപ്പം മുതലേ അധ്വാനിച്ച് ജീവിച്ചു. ഇപ്പോഴും എനിക്ക് അധ്വാനിക്കാം. ഞാൻ മണ്ണിനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി, ദൈവത്തിൻ്റെ സിംഹാസനമാണ് ആകാശം. അപ്പം ഞാൻ ദൈവത്തെ സ്നേഹിക്കും മാതിരി ദൈവത്തിൻ്റെ പാദപീഠം ഞാൻ സ്നേഹിക്കും. ഞാനൊരു ആരുടെയെങ്കിലും വൈകിക്കടെ പോയാലും വരമ്പേക്കടെ പോയ ഒരു പുല്ല് കണ്ട ഞാനത് പറിച്ചു കളഞ്ഞിട്ടാണ് പോകുള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം. ഇപ്പോഴും ഞാൻ ആഹാരത്തിന് ദൈവമായിട്ട് കണക്കാക്കിയിട്ടില്ല. എൻ്റെ ആഹാരമല്ല എൻ്റെ ജീവിതം, എൻ്റെ വിശ്വാസം, ആത്മവിശ്വാസം കൊണ്ടാനന്ദിപ്പാൻ കർത്താവേ നീ എന്നെ കാക്കണമേ. അമ്മച്ചി എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 5ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അമ്മച്ചി കൃഷിക്ക് ഇറങ്ങിയോ? പിന്നെ ഞാൻ അധ്വാനമാണ് പിന്നെ എൻ്റെ പണി. പിന്നെ എനിക്കൊന്ന് ഇരിക്കണം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അമ്മച്ചിക്ക് ഷുഗർ, പ്രഷർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്ക് ഷുഗറും പ്രഷറും ഒന്നുമില്ല. അതെന്തിന്റെ സീക്രട്ടാ, ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? നിങ്ങളൊക്കെ വില കൊടുത്ത സാധനങ്ങൾ മേടിച്ചിട്ട് ഞാനെല്ലാം നട്ടുപറിച്ച് തിന്നുകയില്ല. കപ്പ, കാച്ചില്, മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ചേമ്പ്, അതൊക്കെ ഞാൻ പുതുമഴ പെയ്യുമ്പോൾ എല്ലാം നടും. 5 കൂട്ടം മധുരത്തല ഞാൻ നട്ടു. ഏത്ത മധുരത്തല, അഞ്ചരിച്ചി തല, വട്ട മധുരത്തല, ബ്ലൂക്ക് തല, അങ്ങനെ. അതൊക്കെ ഇപ്പൊ കിട്ടാനുണ്ടോ? ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ ആരും പണിയെടുക്കൂല. അപ്പച്ചി, ഇപ്പൊ ഈ ഹോട്ടൽ വരുന്നത്, ഈ കൃഷി കുറഞ്ഞു, അതിനെ പറ്റി അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? ഹോട്ടലിലെ സാധനങ്ങൾ തിന്നിട്ടാണ് ഈ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് വന്നത്. പാം ഓയിലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് ഉണ്ടാക്കിയേ തന്നെ ഉണ്ടാക്കും. അത് എളുപ്പത്തിന് ആർക്കും പെണ്ണുങ്ങൾക്ക് തീ കത്തുപിടിപ്പിക്കാനും കലം തയ്ക്കാനും പറ്റില്ല. എന്നിട്ട് അത് പോയി മേടിച്ചുകൊണ്ട് വരിക, തിന്നുക. അത് തന്നെ പണി. ഇറച്ചി മീനും ഇല്ലാതെ ആരും തിന്നൂല. അതൊക്കെയാണ് ഈ ആയുസില്ലാത്തതിന്റെ ഇത്. അമ്മച്ചിക്ക് നീ യുവതലമുറയിലോട്ട് എന്താണ് പറയാനുള്ളത്? പണിയെടുക്കൂല. പറയാനുള്ളത്, അവർക്ക് മാതൃക പറഞ്ഞു കൊടുക്കാനുള്ളത്. മാതൃക പറഞ്ഞു കൊടുക്കാനുള്ളത് ഞാൻ പറയാം.
ഞാനൊരു പാട്ട് പാടാം, അതിന്റെ അർത്ഥം മനസ്സിലാക്കി. ഓക്കെ, നമുക്കൊരു സോങ് കേൾക്കാം ഇനി. നാളെയാമെങ്ങൊരു നേരവും നിനയാതെ നാഴിക പോകും തോറും കാലങ്ങൾ കഴിഞ്ഞുപോകും. കാലന്റെ വരവിന് നാളേതെന്നറിയാമോ? നാഴിക പോലും കാലങ്ങൾ കളയാതെ കാലാകാലനെ ഭജിച്ചിടുക നിരന്തരം. അജ്ഞരാൻ ജനങ്ങളോടൊത്തു നീ വസിക്കല്ലേ, പ്രജ്ഞരായുള്ളവരോടൊത്തു നീ വസിക്കണം. ചീത്ത കൂട്ടുകൂടല്ലേ, നല്ല കൂട്ട കൂടാവുള്ളൂ. വിത്തമെന്തിനും അർത്യന് വിദ്യ കൈവശമാവുകയിൽ വെണ്ണയുണ്ടെങ്കിൽ നർന്നയി വേറിട്ട് കരുതേണമോ? വിദ്യ വിറ്റ് നരന്നാമോ വിശംബരയിൽ വാഴുവാൻ? വിദ്യ വിറ്റിട്ട് വേണ്ട ലോകത്ത് ജീവിക്കുക. പലരോടും നിനയാതെ ഒരു കാര്യം തുടങ്ങല്ലേ, പണം മോഹിച്ച് ഒരുത്തനെ ചതിച്ചിടല്ലേ. അറിവുള്ള ജനങ്ങളോട് എതിർക്കാനും നിനക്കല്ലേ, ദൈവത്തെ മറന്നൊന്നും നീ പറഞ്ഞിടല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ് അമ്മച്ചി? അർത്ഥം ഞാൻ പറയാം. നാളെയാമെങ്ങൊരു നേരവും നിനയാതെ നാളെ ചെയ്യാന്നൊന്നും കരുതരുത്. ഇപ്പൊ ചെയ്യണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന പണി അപ്പാപ്പ ചെയ്തോളണം. വിത്തമെന്തിനും അർത്ഥനും വിദ്യ വിറ്റിട്ട് വേണ്ട, വിദ്യ വിറ്റ് വേണമോ വിശംബരയിടുക. വിദ്യ വിറ്റിട്ട് വേണ്ട ഈ ലോകത്ത് ജീവിക്കുക. പിന്നെ നാളെയാമെങ്ങൊരു അത് അപ്പാപ്പ ചെയ്യണം. പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ പലരോടും ചോദിക്കണം, ഞാൻ ഇന്നത് ചെയ്യാണ്, അത് ശരിയാവോ ഇല്ലയോ എന്ന്. അപ്പൊ അതില് നല്ല മനുഷ്യരും നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമുക്കത് സത്യമാണെന്ന് തോന്നുന്നവരും പറയണത് നമ്മൾ കേൾക്കുക. അതാണ് പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങുന്നത്. പണം മോഹിച്ച് ഒരുത്തനെയും ചതിക്കരുത്. പണം മോഹിച്ച് ഒരുത്തനെ ചതിച്ചിടരുത്. അറിവുള്ള ജനങ്ങളോട് എതിർക്കാനും നിനക്കല്ല. അറിവുള്ള ജനം പറയണത് നമ്മൾ അനുസരിക്കണം. അത് നമ്മൾ അവരോട് നേർക്കാൻ പോകരുത്. നിനക്കല്ല. അരജനക്കടുത്തൊന്നും പറഞ്ഞിടല്ല, ദൈവത്തെ മറന്നൊന്നും പറയരുത്. മനസ്സിലായില്ലേ? പിന്നെ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ? വെണ്ണ നമ്മുടെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നറുനെയ്യ് അന്വേഷിച്ച് നടക്കണ്ട. ആ വെണ്ണ ഉരുക്കി കഴിഞ്ഞാൽ നറുനെയ്യ്. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതണമോ? മനസ്സിലായില്ലേ? ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അമ്മച്ചിക്ക് പുതിയ തലമുറയോട് പറയാനുള്ള കാര്യം. നമ്മുടെ അടുത്ത് എന്തുണ്ടോ അത് നമ്മൾ ചെയ്ത് നമ്മൾ കണ്ടെത്തണം. ആരെയും ഇത് ചോദിക്കാതെ, പൈസക്ക് വേണ്ടി ആരെയും നമ്മൾ ചതിക്കാതെ പോകണം. നമ്മള് ഇപ്പൊ ഫുള്ള് ചതിയും വഞ്ചനയൊക്കെയാണ്. അത് അത്ര ഉള്ളൂ. അപ്പത്തെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി തൊട്ടടുത്ത വീഡിയോകളുമായി ഞങ്ങൾ ഇതാ വരുന്നു. ടാറ്റ.